തേടിപ്പിടിച്ച സന്തോഷവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ വഴിയെ മനസ്സിലാവും. ഏട്ടന് സമാധാനം കിട്ടുന്ന കാര്യമാ. എനിക്ക് സമാധാനം കിട്ടുന്ന കാര്യമോ? കുഞ്ഞോടെ, നീ ഉദ്ദേശിച്ചത് അതായത് ഭദ്രേട്ടന് എന്നേക്കുമായി മനസമാധാനം കിട്ടുന്ന കാര്യം. ആ, തൽക്കാലം ഇത്രേ അറിഞ്ഞാ മതി. വാ, ഹോളിലേക്ക് പോ. എന്നേക്കുമായി മനസമാധാനം കിട്ടുന്നു എന്നുവെച്ചാ അതിന്റെ അർത്ഥം മരണമൊന്നല്ലേ? ഈശ്വര, അവളെന്നെ തട്ടാനാണോ പ്ലാൻ? ഭദ്രേട്ടാ, ഓ വരുന്നു കുഞ്ഞോളെ. എന്തായാലും അതാവൂല്ല. എനിക്ക് കൂടി ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അമ്മേ, ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയക്കാനുണ്ട്. ദേ വരുന്നുണ്ട്. എന്തോ ഒപ്പിച്ചോണ്ടുള്ള വരവാ. ആ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? നന്നായി. അർജുനും ഭാര്യയും എത്തി. അച്ഛാ, എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിലും അതുണ്ടാക്കാനുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, നിന്റെ അമ്മ. ദേ ഇരിക്കുന്നു, അമ്മയോട് ചോദിക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നടക്കുന്നൊന്നും അളിയനറിയുന്നില്ലല്ലോ. അളിയൻ വേറെ ഏതോ അന്യഗ്രഹജീവി പോലെയല്ലേ? ഞാൻ അറിയാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചില ക്ഷുദ്രജീവികളൊക്കെ കേറി പറ്റുന്നത് അതുകൊണ്ടാ. ആവശ്യമില്ലാതെ വന്നുകൂടുന്ന വിഷജീവികളെയൊക്കെ അടിച്ചിറക്കണം. അതിനു പറ്റിയ ഒരു കുറ്റിച്ചൂല് അമ്മ ഒന്ന് റെഡിയാക്കി തരണം. ജയരാമേട്ടൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശരിയാ. ആവശ്യമില്ലാത്ത വിഷജീവികളെയൊക്കെ അടിച്ചിറക്കണം. അടിച്ചിറക്കിയ വീണ്ടും വലിഞ്ഞേറി വരും. എണി വെച്ച് പിടിച്ച് തല്ലിക്കൊല്ലുന്നതാ നല്ലത്. അമ്മേ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും എന്റെ മകന് ഈയിടെയായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. തലയണ മന്ത്രം. എന്തു പ്രശ്നമുണ്ടല്ലോ? നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പൊ പരിധിക്ക് പുറത്താണ്. എന്താ കുഞ്ഞോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊക്കെ നാടകങ്ങൾ എവിടെ നടക്കുന്നത്? നാടോ?
അവിടെ ഇരുന്ന് ഏത് നാടകത്തിനാരോ ഈ പറയുന്നേ? പണ്ടൊക്കെ നാടകത്തിന് വലിയ ഡിമാൻഡായിരുന്നു. ഞാനും അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൊക്കെ. ഉത്സവമായ പിന്നെ ദിവസവും 2-3 കളിയാ. ഓ, ഇന്നിപ്പോ ആ കാലമൊക്കെ പോയി. പല ഉത്സവങ്ങളിൽ ഇപ്പൊ നാടകമില്ലെന്ന അവസ്ഥയായി. ആകശോഹം. ഞാൻ പറഞ്ഞത് കൂത്തമ്പലത്തിലെ നാടകത്തെ കുറിച്ചല്ല, ഈ വീട്ടിൽ നടക്കുന്ന നാടകത്തെ കുറിച്ചാണ്. ഈ വീട്ടിലെ നാടകത്തെ കുറിച്ചാണോ? അടി, ഇത് എന്തൊക്കെ ഈ പറയുന്നേ? ആദ്യം നാടകം കളിക്കുന്നു എന്ന് പറയുന്നു, ഇപ്പൊ വീട്ടിലെ നാടകമാണെന്ന് പറയുന്നു. എന്താ കുഞ്ഞോളൂ ഇതൊക്കെ? മോനെ അർജുന, പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മിടുക്കനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ സാരഥിയായി മാറിയ അർജുനന്റെ പേരാണ് നിനക്കിട്ടിരിക്കുന്നത്. അച്ഛൻ എന്തോ ഓർമ്മക്കുറവ് വന്നിട്ടുണ്ട്. അത് സാധാരണ. ഒരു മനുഷ്യൻ കാലങ്ങളായിട്ട് ജോലിയും കൂലിയില്ലാതെ നിൽക്കുകയല്ലേ, അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇനി നീ വേണം അതൊക്കെ തിരുത്തി കൊടുക്കാൻ. എങ്ങനെ? എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അർജുൻ മോൻ അധികം വയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും.